ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് സ്പേസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു മലയാളം ക്ലാസ്സുമായിട്ടാണ്. അതിന് മുമ്പ് നമ്മുടെ 10th പ്രിലിംസിൻ്റെ എക്സാം ഉള്ളവർ ഒട്ടും സമയം കളയാതിരുന്ന് നന്നായിട്ട് തന്നെ പഠിച്ചോളുക. പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യാനുള്ള സമയമുള്ളൂ ഇനി, അതുകൊണ്ട് ഒട്ടും സമയം കളയാനില്ല. അപ്പോൾ 10th പ്രിലിംസിൻ്റെ എക്സാം എഴുതിയവർ നന്നായിട്ട് എഴുതിയവർ കാണും. ചിലപ്പോൾ നമുക്ക് കുറച്ച് മാർക്കൊക്കെ കുറഞ്ഞ് കാണുമായിരിക്കും. ടെൻഷൻ അടിക്കേണ്ട. ഇനി വരാൻ എക്സാം ഒരുപാടുണ്ട്. CPA ഉണ്ട്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിരുന്ന് നന്നായിട്ട് തന്നെ പഠിച്ചോളുക. ഒന്ന് കിട്ടിയില്ല എന്ന് കരുതി സങ്കടപ്പെട്ടിരിക്കേണ്ട. അടുത്ത എക്സാംസ് വന്നുകൊണ്ടിരിക്കുകയാണ് പുറകെ. അതുകൊണ്ട് നമ്മൾ സമയം കളയാതിരുന്ന് കിട്ടുന്ന സമയം കൊണ്ട് നമ്മൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് മലയാളത്തിലെ തൂലികാ നാമങ്ങളാണ്. ആദ്യത്തേതാണ് അക്കിത്തം. അക്കിത്തം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. അക്കിത്തം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. ഇനി അഭയദേവ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? അഭയദേവ് അയ്യപ്പൻ പിള്ളയാണ്. അയ്യപ്പൻ പിള്ള. അഭയദേവ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് അയ്യപ്പൻ പിള്ളയാണ്. ആനന്ദ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് P സച്ചിദാനന്ദനാണ്. ആനന്ദ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് P സച്ചിദാനന്ദനാണ്. ഇനി ആശാമേനോൻ ഇത് PSCക്കൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ആശാമേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? K ശ്രീകുമാറാണ്. അടുത്താണ് ഇടമറുക എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? TC ജോസഫാണ്. ഇടമറുക എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ് എന്ന് ചോദിച്ചാൽ അത് TC ജോസഫാണ്. അടുത്താണ് MB അപ്പൻ. ഈ തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? M പൊന്നപ്പനാണ്. MB അപ്പൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന M പൊന്നപ്പനാണ്. അടുത്താണ് MN പാലൂർ. ഈ തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? മാധവൻ നമ്പൂതിരിയാണ്. MN പാലൂർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് മാധവൻ നമ്പൂതിരിയാണ്. അടുത്താണ് MR ഭട്ടതിരിപ്പാടാണ് MRB എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. അടുത്താണ് ഇടശ്ശേരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ഗോവിന്ദൻ നായരാണ്. അടുത്താണ് ഇന്ദുചൂടൻ എന്നറിയപ്പെടുന്ന ആരാണ്? KK നീലകണ്ഠനാണ്. ഇന്ദുചൂടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് KK നീലകണ്ഠനാണ്. അടുത്ത ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? PC കുട്ടിക്കൃഷ്ണൻ. അടുത്ത ഏകലവ്യൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് KM മാത്യൂസ് ആണ്. ഏകലവ്യൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് KM മാത്യൂസ് ആണ്. അടുത്ത ഒളപ്പമണ്ണ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടാണ് ഒളപ്പമണ്ണ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്താണ് ഓംചേരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? N നാരായണപിള്ളയാണ്. ഓംചേരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് N നാരായണപിള്ളയാണ്. അടുത്ത കപിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? K പത്മനാഭൻ നായരാണ് കപിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. അടുത്താണ് കാനം എന്നറിയപ്പെടുന്ന ആരാണ്? EJ ഫിലിപ്പ്. അടുത്ത കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? ജോർജ് വർഗീസ്. കാക്കനാടൻ എന്നറിയപ്പെടുന്നത് ജോർജ് വർഗീസാണ്. അടുത്ത കുറ്റിപ്പുഴ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? കൃഷ്ണപിള്ള. കുറ്റിപ്പുഴ എന്ന് അറിയപ്പെടുന്നത് കൃഷ്ണപിള്ളയാണ്. അടുത്ത കോവിലൻ എന്നറിയപ്പെടുന്ന ആരാണ്? VV അയ്യപ്പനാണ്. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് VV അയ്യപ്പനാണ്. അടുത്ത കട്ടക്കയം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ചെറിയാൻ മാപ്പിളയാണ്. അടുത്ത കേസരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? ബാലകൃഷ്ണ പിള്ളയാണ്. കേസരി എന്നറിയപ്പെടുന്നത് ബാലകൃഷ്ണ പിള്ളയാണ്. അടുത്ത ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? C ഗോവിന്ദ് പിഷാരടിയാണ്. അടുത്ത ചങ്ങമ്പുഴ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് കൃഷ്ണപിള്ളയാണ്. അപ്പോൾ നമ്മൾ മുമ്പേ ഒരു കൃഷ്ണപിള്ള പറഞ്ഞല്ലേ, ഏതായിരുന്നു? കുറ്റിപ്പുഴ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് കൃഷ്ണപിള്ളയായിരുന്നു. അതേപോലെ ചങ്ങമ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത് കൃഷ്ണപിള്ളയാണ്. അടുത്താണ് NK ദേശം എന്നറിയപ്പെടുന്നത് N കുട്ടിക്കൃഷ്ണപിള്ളയാണ്. NK ദേശം എന്ന് അറിയപ്പെടുന്നത്. അടുത്ത NV എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് N കൃഷ്ണവാര്യറാണ്. അടുത്ത പവനൻ എന്നറിയപ്പെടുന്ന ആരാണ്? PV നാരായണൻ നായരാണ്. പവനൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? PV നാരായണൻ നായരാണ്. അടുത്ത തിക്കൊടിയൻ എന്നറിയപ്പെടുന്നത് P കുഞ്ഞനന്ദൻ നായരാണ്. തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് P കുഞ്ഞനന്ദൻ നായരാണ്.
അടുത്തത് തോപ്പിൽ ഭാസി. തോപ്പിൽ ഭാസി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? ഭാസ്കര പിള്ളയാണ്. ഭാസ്കര പിള്ള. അടുത്ത നന്ദനാർ. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് PC ഗോപാലനാണ്. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? PC ഗോപാലനാണ്. അപ്പോൾ നമുക്ക് ഇത്ര ഒന്നുകൂടെ നോക്കാം. അക്കിത്തം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അഭയദേവ് എന്നറിയപ്പെടുന്നത് അയ്യപ്പൻ പിള്ള. ആനന്ദ എന്ന തൂലികാനാമത്തിൽ P സച്ചിദാനന്ദൻ. ആശാമേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് K ശ്രീകുമാർ. ഇടമറുക എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് TC ജോസഫ്. MB അപ്പൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് M പൊന്നപ്പൻ. MN പാലൂർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് മാധവൻ നമ്പൂതിരി. MRB എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന MR ഭട്ടതിരിപ്പാട്. ഇടശ്ശേരി എന്നറിയപ്പെടുന്നത് ഗോവിന്ദൻ നായരാണ്. ഇടശ്ശേരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ഗോവിന്ദൻ നായരാണ്. ഇന്ദുചൂടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് KK നീലകണ്ഠനാണ്. ഉറൂബ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് PC കുട്ടിക്കൃഷ്ണനാണ്. ഏകലവ്യൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് KM മാത്യൂസ് ആണ്. ഒളപ്പമണ്ണ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടാണ്. ഓംചേരി എന്നറിയപ്പെടുന്നത് N നാരായണ പിള്ളയാണ്. കപിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് K പത്മനാഭൻ നായരാണ്. കാനം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് EJ ഫിലിപ്പാണ്. കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ജോർജ് വർഗീസ് ആണ്. കുറ്റിപ്പുഴ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് കൃഷ്ണപിള്ളയാണ്. കോവിലൻ എന്നറിയപ്പെടുന്നത് VV അയ്യപ്പനാണ്. കട്ടക്കയം എന്നറിയപ്പെടുന്നത് ചെറിയാൻ മാപ്പിളയാണ്. കേസരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ബാലകൃഷ്ണ പിള്ളയാണ്. ചെറുകാട് എന്നറിയപ്പെടുന്നത് C ഗോവിന്ദ പിഷാരടിയാണ്. ചങ്ങമ്പുഴ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് കൃഷ്ണപിള്ളയാണ്. NK ദേശം എന്നറിയപ്പെടുന്നത് N കുട്ടിക്കൃഷ്ണ പിള്ളയാണ്. NV എന്നറിയപ്പെടുന്നത് N കൃഷ്ണവാര്യറാണ്. പവനൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് PV നാരായണൻ നായരാണ്. തിക്കൊടിയൻ എന്നറിയപ്പെടുന്നത് P കുഞ്ഞനന്ദൻ നായരാണ്. തോപ്പിൽ ഭാസി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ഭാസ്കര പിള്ളയാണ്. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് PC ഗോപാലനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രധാനപ്പെട്ട തൂലികാനാമങ്ങൾ. അപ്പോൾ ഇതെല്ലാവരും നന്നായിട്ട് എഴുതി വെച്ചിരുന്ന് പഠിക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും എത്തുന്നതാണ്. താങ്ക്